അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ശ്രദ്ധ. അറബി അക്ഷരങ്ങൾക്ക് മുകളിൽ കാണുന്ന ഇതുപോലുള്ള അടയാളങ്ങളാണ് ശ്രദ്ധയെ സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ. എന്താണ് ഈ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ, അറബി അക്ഷരങ്ങൾ തൊട്ടടുത്തടുത്ത് ഫസ്റ്റത്തെ അക്ഷരം സാക്കിന് സുക്കൂനും അതേ അക്ഷരം തന്നെ തൊട്ടടുത്ത് മുത്തഹരിക്കത്ത് തന്നെ ഫത്തഹോ കസ്റോ ലൊമ്മ വരിക. ഇങ്ങനെ സുക്കൂനും മുത്തഹരിക്കത്തും ഒരേ അക്ഷരത്തിൻ്റെ തൊട്ടടുത്ത്. ഇപ്പോൾ ഇവിടെ ബ സാക്കിനെയാണ്, ബ തന്നെയാണ് ഫത്തഹ് വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ആ അക്ഷരത്തിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു ശ്രദ്ധ കൊടുത്തിട്ട് രണ്ടാമത്തെ അക്ഷരം ഫത്തഹ ആണെങ്കിൽ ഫത്തഹും, രണ്ടാമത്തെ അക്ഷരം കെസറാണെങ്കിൽ കെസറും, രണ്ടാമത്തെ അക്ഷരം ലൊമ്മാണെങ്കിൽ ലൊമ്മും കൊടുക്കും. ഇതാണ് ശ്രദ്ധ എന്ന് പറഞ്ഞത്. ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു കാര്യം, നമുക്കറിയാം സുക്കൂന് ഒറ്റയ്ക്ക് നിൽക്കൂല അല്ലേ. അപ്പോൾ സുക്കൂൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു മുത്തഹരിക്കത്തായ ഒരു അർഫ് നമ്മൾ നൽകും. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ എന്നാണ്. ആ ബാക്ക് സുക്കൂനാകുമ്പോൾ അബ്. പിന്നെ അടുത്തത് ബ, അബ് ബ. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ഇത് വായിക്കേണ്ടത്, അബ് ബ. അതിന് പകരം വായിക്കാനുള്ള എളുപ്പത്തിന് അല്ലെങ്കിൽ എഴുതാനുള്ള എളുപ്പത്തിന് നമ്മൾ എന്താക്കി, അത് അബ്ബ എന്നാക്കി. അബ് ബ എന്നുള്ളത് അബ്ബ എന്നാക്കി മാറ്റി. ഇതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഇനി ഓരോ അക്ഷരത്തിനും ശ്രദ്ധ വരുമ്പോൾ അത് എങ്ങനെയാണ് റീഡ് ചെയ്യണത് എന്നാണ് നമ്മൾ നോക്കുന്നത്. റോ ബാക്ക് ശ്രദ്ധ ഫത്തഹ വന്നിട്ടുണ്ട് അല്ലേ, റബ്ബ. അപ്പോൾ അതിന് അലിഫ് മദ് വന്നാൽ അതെങ്ങനെ റീഡ് ചെയ്യുക, റോ ഫത്തഹ ആകുമ്പോൾ അലിഫ് മദ്ദ വരിക എന്ന് നമുക്കറിയാം അല്ലേ. റബ്ബേ മീ തേക്ക് ശ്രദ്ധ ഫത്തഹ മിത്ത. അലിഫ് മദ് വരുമ്പോൾ മിത്തേ. ബ സേക്ക് ശ്രദ്ധ ഫത്തഹ ബസ്സ. അലിഫ് മദ് വരുമ്പോഴോ ബസ്സേ. അപ്പം ഈ രീതിയിലാണ് വായിക്കുന്നത്. അപ്പം ഓരോരോ വാക്കുകളും എങ്ങനെ വായിക്കണം നോക്കാം കേട്ടോ. ഹജ്ജ, ശുഹ, സഖ, ഖദ്ദ, യസ്സ, ശർറ, ഇസ്സ, മസ്സ, ഹശ്ശ, വസ്വ, ഹദ്ദ, ഹത്ത, ഹല്ല, ദഅ, സ്വഫ, ഹഖ, ശക്ക, കുല്ല, അമ്മ. ഈ മീമിന് അതേപോലെ മീമിന് ശ്രദ്ധ വരുമ്പോഴും നൂനിന് ശ്രദ്ധ വരുമ്പോഴും ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ, ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഖുർആൻ എന്ന സമയത്ത് ഈ മീമിന് ശ്രദ്ധ വരുമ്പോൾ അവിടെ ഒരു ഉന്നത്ത് നമ്മൾ നൽകണം, ഒരു എന്നുള്ളൊരു സൗണ്ട്. അമ്മ. അതുപോലെ തന്നെ അതിന് അലിഫ് മദ് വരുന്ന സമയത്ത് അമ്മ. ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെയാണ് നൂനിന് ശ്രദ്ധ വരുമ്പോൾ ലന്ന. അതിന് അലിഫ് മദ് വരുമ്പോഴോ ലന്ന. ഓക്കെ, അപ്പോൾ ഖുർആൻ ഓതുന്ന സമയത്ത് ഈ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വഹ, ഖവ്വ, ഹയ്യ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ശ്രദ്ധയും അലിഫ് മദ്ദും കൂടെ വരുമ്പോൾ. ഇത് ശ്രദ്ധക്ക് ഫത്തഹാണ് വന്നിട്ടുള്ളത്. ശ്രദ്ധക്ക് ഫത്തഹ് വന്നതുകൊണ്ടാണ് അലിഫ് മദ് വന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ശ്രദ്ധയും അലിഫ് മദ്ദും കൂടെ വരുമ്പോൾ നമ്മളത് റീഡ് ചെയ്യേണ്ടത്. ഓക്കെ, എന്ന് പറയുന്ന പോലെ തന്നെ വീഡിയോസ് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്ത് ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്തോളൂ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.